എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ലൈൻ മാത്ത്, അതായത് വരക്കണക്ക്. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ കുറച്ച് ലൈനുകൾ വരച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇത് നമുക്കറിയാം, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം വരച്ചിട്ടുള്ളത് നോക്കിയാൽ വൈ ആക്സിസിന് പാരലായിക്കൊണ്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം വൈ ആക്സിസിന് പാരലായിക്കൊണ്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് ആക്സിസിന് പാരലായിക്കൊണ്ട് മറ്റൊരു ലൈൻ വരച്ചു അല്ലെ. ഇവിടെ എക്സ് ആക്സിന് പാരലാണ്, അങ്ങനെയാണ് നമുക്കറിയാം അതിൻ്റെ വൈയുടെ വില തുല്യമായിരിക്കും അല്ലേ. വൈ സെയിം വാല്യൂ തന്നെ ആയിരിക്കും. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരു പോയിന്റ് എടുത്താലും ഇവിടെ ഒരു പോയിന്റ് എടുത്താലും ഇവിടെ ഒരു പോയിന്റ് എടുത്താലും എവിടെ പോയിന്റ് എടുത്താലും അതിൻ്റെ വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ എക്സിന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ വൈയുടെ വില സെയിം ആയിരിക്കും. അതുപോലെ തന്നെ വൈക്ക് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ മറ്റൊരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇത് എക്സിനും പാരലല്ല വൈക്കും പാരലല്ല. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും നോക്കിയാൽ ഇവിടെ 2, 5 ആയിരുന്നു അല്ലേ. ഇവിടെ എത്തിയപ്പോൾ 6, 7 ആയി. അതായത് എക്സ് കോർഡിനേറ്റും മാറി വൈ കോർഡിനേറ്റും മാറി. ഇനി എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് മാറുന്നത്? ഈ 2 എന്നുള്ളത് ഇവിടെ എത്രയായി? 6 ആയി അല്ലേ. അതായത് എത്ര കൂടി? 4 കൂടി അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 4 കൂടി. ഓക്കെ. ഇനി വൈ കോർഡിനേറ്റോ 5 എന്നുള്ളത് 7 ആയി അല്ലേ. 5, 7 ആയി. അതായത് 2 കൂടി. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് 4 കൂടിയപ്പോൾ വൈ കോർഡിനേറ്റ് 2 കൂടി. അതായത് ഇവിടെ നിന്ന് എക്സ് മാറുന്നതിൻ്റെ പകുതിയാണ് വൈ മാറിയത് അല്ലേ. അതായത് നോക്കിയാൽ ഇവിടെ എക്സ് 2 ആയിരുന്നു, ഇത് 6 ആയി. 4 കൂടി അല്ലേ. അതായത് ഇവിടെ എക്സിന്റെ മാറ്റം 4 ആണ് അല്ലേ. പക്ഷെ ഇവിടെ വൈൻ്റെ മാറ്റമോ 2 ആണ്. അതായത് എക്സ് കൂടിയതിൻ്റെ പകുതിയാണ് വൈ കൂടുന്നത് അല്ലേ. അല്ലെങ്കിൽ എക്സിന്റെ മാറ്റത്തിന്റെ പകുതിയാണ് വൈയുടെ മാറ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ഈ വരയിലെ ഏത് പോയിന്റുകൾ എടുത്താലും മനസ്സിലായല്ലോ. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അല്ലെങ്കിൽ വേറെ 2 പോയിന്റ് എടുത്തു. ഏത് 2 പോയിന്റുകൾ എടുത്താലും ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്കുള്ള വൈയുടെ മാറ്റം എങ്ങനെയായിരിക്കും? എക്സിന് എത്രയാണോ മാറിയത് അതിൻ്റെ പകുതിയായിരിക്കും വൈയുടെ മാറ്റം. മനസ്സിലായല്ലോ. ഇപ്പോൾ എക്സ് 8 മാറിയിട്ടുണ്ടെങ്കിൽ വൈ എത്ര മാറിയിട്ടുണ്ടായിരിക്കും? 4 മാറിയിട്ടുണ്ടായിരിക്കും. എക്സ് 10 മാറിയിട്ടുണ്ടെങ്കിൽ വൈ എത്ര മാറിയിട്ടുണ്ടായിരിക്കും? അതിൻ്റെ പകുതി 5 ആയിരിക്കും മാറിയിട്ടുണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ വരയിലെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നാം ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ. അതായത് എക്സിന് എങ്ങനെയാണോ മാറുന്നത് അതിൻ്റെ പകുതിയാണ് വൈ മാറുന്നത്. ഇപ്പം ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? 2, 5 അല്ലേ. 2, 5 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ 2ന്റെ കൂടെ ഞാനിപ്പോൾ ഒരു 2 കൂട്ടുന്നു. അതായത് ഇവിടെ ഞാൻ 2 കൂട്ടുന്നു. അതായത് എക്സ് കോർഡിനേറ്റ് 2 ചേഞ്ച് ആവുന്നു. അങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് എത്ര ആയിരിക്കണം ചേഞ്ച് ആവേണ്ടത്? ഇതിൻ്റെ പകുതി അല്ലേ. 2ന്റെ പകുതി 1 ആയിരിക്കണം ചേഞ്ച് ആവേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + 2 4, 5 + 1 6. അതായത് 4, 6 എന്ന് പറഞ്ഞത് ഇതിലെ ഒരു പോയിന്റ് ആയിരിക്കും, ഒരു ബിന്ദു ആയിരിക്കും. ല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ലൈനിലെ ഇനിയിപ്പോൾ അങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടി എങ്ങോട്ട് വേണ്ടി നീട്ടിയാലും ഈ ലൈനിലെ എത്ര ബിന്ദുക്കൾ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ 6, 7 അല്ലേ. 6, 7 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് ഇവിടെ കിട്ടുമെങ്കിലോ കുറച്ചും കൂടി നീട്ടിയിട്ട് നമുക്ക് അവിടുത്തെ ഒരു പോയിന്റ് കിട്ടണം. എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഇപ്പോൾ 6ന്റെ കൂടെ 4 കൂട്ടാന്ന് വിചാരിക്കുക. ഇപ്പോൾ 6ന്റെ കൂടെ ഞാൻ 4 ആഡ് ചെയ്യുകയാണെങ്കിൽ 7ന്റെ കൂടെ എത്ര ആഡ് ചെയ്യാൻ പാടുള്ളൂ? 2 ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. ഇതിൻ്റെ പകുതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6ഉം 4ഉം 10, 7ഉം 2ഉം 9. അപ്പോൾ 10, 9 എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ ഒരു ബിന്ദുവായിരിക്കും. ഇനി ഞാൻ 6, 7ന്റെ കൂടെ നോക്കിയേ, 6, 7ന്റെ കൂടെ ഞാനിപ്പോൾ 6ന്റെ കൂടെ ഞാൻ 2 ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 7ന്റെ കൂടെ എത്ര ആഡ് ചെയ്യാൻ പാടുള്ളൂ? അതിൻ്റെ പകുതി. അപ്പോൾ 1 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 6ഉം 2ഉം 8, 7ഉം 1ഉം 8. മനസ്സിലായില്ലേ? അതായത് 8, 8 എന്ന് പറയുന്നത് ഈ ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എത്ര പോയിന്റ് വേണമെങ്കിലും ഇതേ രൂപത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കിയാൽ ഒരു ലൈൻ, ആ ലൈനിന്റെ 2 അറ്റത്തുള്ള കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 1, 4, 5, 12. ഇനി ഈ ലൈനിലുള്ള ഏതെങ്കിലും ഒരു 3 പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അതേ രീതി തന്നെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. എന്താണ്? ആദ്യം നമ്മൾ എക്സിന്റെ മാറ്റം കാണാം അല്ലെ. എക്സിന്റെ മാറ്റം എന്താണെന്ന് നോക്കിയാൽ 1, 5 ആയി. അതായത് 4 കൂടി അല്ലേ. എക്സ് 4 കൂടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 5ൽ നിന്ന് 1 കുറച്ചാൽ അല്ലേ, 5ൽ നിന്ന് 1 കുറച്ചാൽ 4 കിട്ടി അല്ലേ. അതായത് എക്സ് 1ൽ നിന്ന് 5 ആയി, അതായത് 4 കൂടി. ഇനി വൈ ആണെങ്കിലോ 4, 12 ആയി അല്ലേ. അപ്പോൾ നമുക്ക് വൈയുടെ മാറ്റം 12ൽ നിന്ന് 4 കുറച്ചാൽ മതി അല്ലേ. അതായത് 8 ആണ് വൈയുടെ മാറ്റം. അപ്പോൾ എക്സ് 4 മാറിയപ്പോൾ വൈ 8 മാറി
അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? എക്സ് എത്രയാണോ മാറുന്നത് അതിന്റെ ഇരട്ടി y മാറണം. അല്ലെ? എക്സ് മാറുന്നതിന്റെ ഇരട്ടി y മാറണം. അപ്പൊ അതനുസരിച്ച് നമുക്ക് എത്ര പോയിന്റ് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഉദാഹരണത്തിന് നോക്കിയേ, 1,4 ഈ പോയിന്റ് അല്ലെ? 1,4. ഓക്കെ, ഈ 1,4ന്റെ കൂടെ ഞാൻ നോക്കിയേ, ഞാനിപ്പോ എക്സിന്റെ കൂടെ 1 കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വൈയുടെ കൂടെ എത്ര കൂട്ടേണ്ടി വരും? എക്സിന്റെ മാറ്റം 1 ആണെങ്കിൽ വൈയുടെ മാറ്റം അതിന്റെ ഇരട്ടിയാവണം അല്ലെ? അപ്പൊ ഇവിടെ 1 ആഡ് കഴിഞ്ഞാൽ ഇവിടെ എത്ര ആഡ് ചെയ്യേണ്ടി വരും? 2 ആഡ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ എത്ര കിട്ടും നമുക്ക്? 1 + 1 2, 6. അപ്പൊ 2, 6 എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി ഞാൻ അടുത്തൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ നോക്കിയാൽ 1,4 ആണ് അല്ലെ? ഈ പോയിന്റ് 1,4 ആണ്. ഇനി അതിന്റെ കൂടെ ഞാനൊരു 3 കൂട്ടി വിചാരിക്കാം, 3 ആഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? y കോർഡിനേറ്റ് ഉണ്ട്, എത്ര ആഡ് ചെയ്യണം? ഇരട്ടി ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ 3 കൂട്ടുമ്പോൾ അതിന്റെ ഇരട്ടി 6 ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ എന്തായിരിക്കും കോർഡിനേറ്റ്? 1, 3, 4, 4, 6, 10. കണ്ട? അപ്പൊ 4, 10 ഇതിലെ ഒരു പോയിന്റ് ആയിരിക്കും. അതിന്റെ കോർഡിനേറ്റ് ആണ് 6, 4, 10. ഇനി ഇതിന്റെ കൂടെ 2 കൂട്ടാണെങ്കിലോ? 4ന്റെ കൂടെ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലെ? 2ന്റെ ഇരട്ടി 4 അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3, 8 അല്ലെ? അപ്പൊ 3, 8 കിട്ടും. അതും ഇതിലെ ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ നോക്കിയാൽ മറ്റൊരു ലൈൻ തന്നിട്ടുണ്ട്. ഇതിന്റെ അറ്റത്തെ 2 കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഇനി നമുക്ക് ഈ ലൈനിലുള്ള ഏതെങ്കിലും 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതേപോലെ തന്നെ നമുക്ക് ഇത് അതേപോലത്തെ ഇവിടെ നോക്കിയാൽ എക്സ് കോർഡിനേറ്റിന് മാറ്റം നോക്കിയാൽ 2 എന്നുള്ളത് എത്രയായി? 6 ആയി അല്ലെ? 2 എന്നുള്ളത് 6 ആയി, അതായത് 6 - 2 4 അല്ലെ? അപ്പൊ എക്സ് കോർഡിനേറ്റ് 4 കൂടി. ഇനി y കോർഡിനേറ്റോ 5 എന്നുള്ളത് 3 ആയി അല്ലെ? 2 കുറഞ്ഞു, അതായത് നമുക്ക് 3ൽ നിന്ന് 5 കുറച്ചു, അതായത് -2. അപ്പൊ 2 കുറഞ്ഞു അല്ലെ? അപ്പൊ ഇത് എത്ര കൂടി? ഇത് 4 കൂടിയപ്പോൾ ഇത് 2 കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇത് എത്രയാണോ കൂടുന്നത് അതിന്റെ പകുതി കുറയുന്നു. ശ്രദ്ധിക്കുക, എക്സ് അല്ലെ? എക്സ് കോർഡിനേറ്റ് എത്രയാണോ കൂടുന്നത് അതിന്റെ പകുതി കൂടുകയല്ല, കുറയുന്നു അല്ലെ? അപ്പൊ അതനുസരിച്ചുകൊണ്ട് നമുക്ക് ഇനി ഇവിടുത്തെ പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാലോ. അപ്പൊ നോക്കിയേ, 2, 5 ആണ് അല്ലെ? 2, 5 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഞാൻ 2ന്റെ കൂടെ ഒരു 2 കൂട്ടുന്നു വിചാരിക്കാം. ഇതിന്റെ കൂടെ എക്സ് കോർഡിനേറ്റ് 2 കൂട്ടുന്നു. അങ്ങനെയാണ് y കോർഡിനേറ്റ് എന്ത് സംഭവിക്കണം? ഈ 2ന്റെ പകുതി കുറയണം അല്ലെ? 4ന്റെ പകുതി 2 കുറഞ്ഞു അല്ലെ? അതേപോലെ ഇവിടെ എത്രയാണ് കൂട്ടുന്നത് അതിന്റെ പകുതി കുറയ്ക്കണം, അതായത് 5ൽ നിന്ന് എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 4, 5 - 1 4. കണ്ട? അപ്പൊ 4, 4 ഇവിടുത്തെ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ ഈ ലൈനിന്റെ ഇപ്പുറത്തുള്ള പോയിന്റ് അല്ലെ? ഈ ലൈൻ ഇങ്ങനെ നീട്ടുകയാണെങ്കിൽ ഇപ്പുറത്തുള്ള പോയിന്റ് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇപ്പൊ നോക്കിയാൽ 6, 3 അല്ലെ? ഇപ്പൊ ലൈനിന്റെ ഉള്ളിൽ തന്നെ വേണ്ട, ഇപ്പൊ ലൈൻ ഇങ്ങനെ നീട്ടുന്നു അല്ലെ? ഇപ്പൊ നമുക്ക് 6, 3 കിട്ടി. 6, 3 ആണ് ഇവിടുത്തെ പോയിന്റ് അല്ലെ? ഇനി ഞാൻ നോക്കിയേ, 6ന്റെ കൂടെ ഒരു 4 കൂട്ടുന്നു അല്ലെ? എക്സ് കോർഡിനേറ്റ് 4 കൂടുന്നു. അങ്ങനെയാണ് y കോർഡിനേറ്റ് എന്ത് വേണം? അതിന്റെ പകുതി കുറയണം അല്ലെ? അപ്പൊ 3ൽ നിന്ന് 4ന്റെ പകുതി 2 കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? 10, 1 അല്ലെ? അപ്പൊ 10, 1 പറഞ്ഞത് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ അതിലത്തെ ഒരു പോയിന്റ് ആയിരിക്കും 10, 1. അപ്പോൾ അത് ക്ലിയർ ആയില്ല. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 245 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് 2 other points on the line joining -1, 4, 1, 2 അല്ലെ? അതായത് നമുക്ക് 2 കോർഡിനേറ്റ്സ്, 2 ബിന്ദുക്കൾ -1, 4, 1, 2 അല്ലെ? അപ്പൊ ആ 2 പോയിന്റുകൾ യോജിപ്പിക്കുന്ന ഒരു വര, ആ വരയിലെ മറ്റു പോയിന്റുകളുടെ അല്ലെ എത്ര എണ്ണം? മറ്റ് 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഒരു വരയുടെ 2 അറ്റത്തെ കോർഡിനേറ്റ്സ് ആണ് -1, 4, 1, 2. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം നോക്കണം അല്ലെ? എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് മാറുന്നത് നോക്കാം. അതായത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് അല്ലെ? എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം എങ്ങനെയാണ്? -1ൽ നിന്ന് 1 ആയി അല്ലെ? അതായത് ഇത് എത്ര മാറി? നമുക്ക് 1 - -1 അല്ലെ? 1ൽ നിന്ന് കുറയ്ക്കണം. ഇത് കുറയ്ക്കണം, -1 കുറയ്ക്കണം. ശ്രദ്ധിക്കുക, 1ൽ നിന്ന് -1 കുറയ്ക്കണം അല്ലെ? അപ്പൊ എന്ത് വരും? 1 + 1 ആയി അല്ലെ? ഇത് രണ്ടും കൂടുമ്പോ 1 + 1 അതായത് 2 അല്ലെ? അപ്പൊ എക്സിന്റെ വാല്യൂ -1 നിന്ന് 1 ആയി, അതായത് 2 കൂടി അല്ലെ? അപ്പൊ 2 കൂടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നോക്കിയാൽ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്. y കോർഡിനേറ്റ് എന്താണ് സംഭവിച്ചത്? 4ൽ നിന്ന് 2 ആയി അല്ലെ? അപ്പൊ ഇതിന്റെ ചേഞ്ച് എങ്ങനെയാണ്? 2 - 4 അല്ലെ? = 2 - 4.
ഈക്വൽ ടു -2. അപ്പോൾ ഇവിടെ നോക്കിയാൽ എക്സ് കോർഡിനേറ്റ് 2 കൂടും അല്ലെ, 2 കൂടുമ്പോൾ വൈ കോർഡിനേറ്റ് 2 കുറയുന്നു. ഇതാണ് വൈ കോർഡിനേറ്റിന്റെ ചേഞ്ച് അല്ലെ. ഇനി ഇവിടെ നോക്കിയാൽ എക്സ് കോർഡിനേറ്റ് 2 കൂടുമ്പോൾ വൈ കോർഡിനേറ്റ് 2 കുറയുന്നു അല്ലെ. എക്സ് കോർഡിനേറ്റ് എത്രയാണോ കൂടുന്നത് വൈ കോർഡിനേറ്റ് അതേ സംഖ്യ തന്നെ കുറയുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഇതിലത്തെ മറ്റു പോയിന്റുകൾ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് അല്ലേ. ഇപ്പൊ നോക്കിയാൽ -1ഉം 4 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ എക്സ് കോർഡിനേറ്റ് 2 കൂട്ടുമ്പോൾ വൈ കോർഡിനേറ്റ് 2 കുറയണം അല്ലേ. ഓക്കെ, ഇനി ഞാൻ എക്സ് കോർഡിനേറ്റിന്റെ കൂടെ 1 കൂട്ടണം, 1 ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് വൈ കോർഡിനേറ്റിന്റെ എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം അല്ലെ. ഇതേ സംഖ്യ തന്നെ കുറയ്ക്കുകയാണ് അല്ലെ. അപ്പൊ വൈ കോർഡിനേറ്റിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? -1 + 1 0 അല്ലെ. 4 - 1 3. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ഇടയിലുള്ള ഈ ലൈനിലെ മറ്റൊരു പോയിന്റ് കിട്ടി 0 3. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേറെ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയേ, -1 4 അല്ലെ, 4 ഇതാണ് നമ്മുടെ ഈ കോർഡിനേറ്റ്. ഇനി ഞാൻ 1 കൂട്ടിയതിന് പകരം 3 കൂട്ടാന്ന് വിചാരിക്കാം. 2 ഇവിടെ ഓൾറെഡി കൂട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാനിവിടെ 3 കൂട്ടാണ് ഇതിന്റെ കൂടെ. അപ്പൊ ഇവിടെ ഇതിന്റെ കൂടെ എന്ത് വേണം? ഇതിൽ നിന്ന് 3 കുറയ്ക്കണം അല്ലെ. ഇതേ സംഖ്യ തന്നെ കുറയ്ക്കണം. അപ്പൊ ഇവിടെ -1 + 3 എത്ര വരും? 2. ഇനി 4 - 3 അല്ലെ. 4 - 3 എത്രയാണ്? 1. അപ്പൊ നമുക്ക് അടുത്ത കോർഡിനേറ്റ് കിട്ടി 2 1. അപ്പൊ ഇത് കണ്ടുപിടിക്കേണ്ട രീതി മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. പ്രൂവ് ദാറ്റ് ദി പോയിന്റ്സ് 1 2 2 4 and 3 6 ലൈ ഓൺ ദി സെയിം ലൈൻ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് 2 other പോയിന്റ്സ് ഓൺ ദിസ് ലൈൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1 2 2 4 3 6 അല്ലെ. അപ്പൊ ഈ പോയിന്റുകളൊക്കെ അല്ലെങ്കിൽ ഈ ബിന്ദുക്കളൊക്കെ ഒരേ വരയിൽ തന്നെയാണ് എന്ന് നമ്മൾ തെളിയിക്കണം അല്ലെ. അപ്പൊ നമ്മൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുക? അപ്പൊ ഇവിടേക്കുള്ള എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ചും വൈ കോർഡിനേറ്റ് ചേഞ്ചും അതേ ചേഞ്ച് തന്നെയാണോ ഇവിടെയും ഉണ്ടെന്ന് നോക്കാം അല്ലെ. എത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് ഒരു പേര് കൊടുക്കാം. ഇപ്പൊ A B C എന്ന് വിചാരിക്കും പേരുകൾ, ഈ 3 പോയിന്റുകൾ. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ AB അല്ലെ. അപ്പൊ ഇതിൽ എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ചും വൈ കോർഡിനേറ്റ് ചേഞ്ചും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പൊ നമുക്ക് ആദ്യം AB അല്ലെ, AB ആ പോയിന്റ്, ആ 2 പോയിന്റുകൾക്കിടയിലുള്ള ചേഞ്ച് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. അതായത് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവുന്ന മാറ്റം. എന്താണ് മാറ്റം? 1 എന്നുള്ളത് 2 ആയി അല്ലെ. 1 കൂടി അതങ്ങനെ കിട്ടി. നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലെ. അതായത് 2 - 1 = 1. 1 കൂടുന്നു. ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എങ്ങനെ മാറുന്നത്? 2 എന്നുള്ളത് 4, 2 കൂടി അല്ലെ. അതായത് 2ൽ നിന്ന് 2 കുറയ്ക്കാം. 4 - 2 അല്ലെ, അതായത് 2. അപ്പൊ ഇവിടെ എന്തൊക്കെയാ? എക്സ് കോർഡിനേറ്റ് 1 കൂടുമ്പോൾ വൈ കോർഡിനേറ്റ് 2 കൂടുന്നു അല്ലെ. അപ്പൊ എക്സ് കോർഡിനേറ്റ് കൂടുന്നതിന്റെ ഇരട്ടിയാണ് വൈ കോർഡിനേറ്റ് കൂടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ 2 പോയിന്റ് നോക്കാം. BC നോക്കാം. BC അല്ലെ, ഈ 2 പോയിന്റുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ഇതേപോലെ തന്നെ എഴുതാം. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് നോക്കിയേ അല്ലെ. 2 എന്നുള്ളത് 3 ആയി അല്ലെ. അതായത് 3ൽ നിന്ന് 2 കുറച്ച് നോക്കാം. 3 - 2 = 1. ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് നോക്കിയേ, എന്താണ്? 4 എന്നുള്ള 6 ആയി അല്ലെ. അതായത് 6ൽ നിന്ന് 4 കുറച്ച് എത്ര വരും? 6 - 4 = 2. അപ്പൊ ഇവിടെ എങ്ങനെയാണോ മാറ്റം അതേ മാറ്റം തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലെ. ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 മാറി നോക്കിയാൽ 1 2 2. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ എയും സിയും തമ്മിലൊന്ന് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഇപ്പൊ AC അല്ലെ. അപ്പൊ ഇതേപോലെ എഴുതാം. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് എന്ത് വരും? 1 എന്നുള്ളത് 3 ആയി അല്ലെ. 1 3 ആയി. അപ്പൊ നമുക്ക് = 3 - 1 2. അപ്പൊ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് 2 ആണ്. ഇനി വൈ കോർഡിനേറ്റ് എന്താണെന്ന് നോക്കിയാൽ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് എന്താ കിട്ടും നമുക്ക്? 6 അല്ലെ. 6ൽ നിന്ന് 2 കുറച്ച് നോക്കിയാൽ 6 - 2 = 4. ഇവിടെ നോക്കിയാൽ എക്സ് കോർഡിനേറ്റ് 1 കൂടിയപ്പോൾ വൈ കോർഡിനേറ്റ് 2 കൂടി അല്ലെ, ഇരട്ടി. അപ്പൊ ഇതെത്രയാണ് കൂടുന്നത്? അതിന്റെ ഇരട്ടി. ഇവിടെ നോക്കിയാൽ എത്രയാണോ കൂടുന്നത് അതിന്റെ ഇരട്ടി. ഇവിടെ നോക്കിയാൽ എത്രയാണോ കൂടുന്നത് അതിന്റെ ഇരട്ടി ഇവിടെയും കൂടി അല്ലെ. അതായത് നമുക്ക് എന്ത് പറയാം? ദി 3 പോയിന്റ്സ് ആർ ഓൺ ദി സെയിം ലൈൻ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതി വെക്കാം. കാരണം മനസ്സിലായല്ലോ, ഒരേ രീതിയിലാണ് ചേഞ്ച് ആവുന്നത് അല്ലെ. ഇനി അതിൽ വേറെ ചോദ്യം കൂടി ഉണ്ടല്ലോ. ഈ വരയിലെ മറ്റ് 2 എന്ത് കണ്ടുപിടിക്കണം? 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. മറ്റ് 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഒക്കെ 1 2 ആണ് അല്ലെ. 1 2. അപ്പൊ എക്സ് കൂടുന്നതിന്റെ ഇരട്ടി വൈ കൂടണം അല്ലെ.
അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 കൂടിയിട്ടുണ്ട്, പിന്നെ ഇവിടെ 2 കൂട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 3 കൂട്ടി നോക്കാം. 3 കൂട്ടി. അപ്പോൾ എക്സിൻ്റെ കൂടെ 3 കൂട്ടിയാൽ വൈയുടെ കൂടെ എത്ര കൂട്ടണം? ഇരട്ടി കൂട്ടണം അല്ലേ, 6 കൂട്ടണം. അപ്പോൾ നമുക്ക് ഒരു കോർഡിനേറ്റ് ഏത് കിട്ടി? 1 + 3 4, 6 + 2 8. കണ്ട, അപ്പോൾ നമുക്ക് 4 8. അപ്പോൾ 4 8 എന്ന് പറയുന്നത് എന്താണ്? ഇതിലെ ഒരു പോയിന്റ് ആയിരിക്കും, ഈ വരയിലെ ഒരു പോയിന്റ് ആയിരിക്കും 4 8. ഇനി നമുക്ക് നോക്കിയാൽ ഈ ലൈൻ കൂടി നീട്ടിക്കഴിഞ്ഞാൽ അല്ലേ ഇപ്പുറത്തും ആവാം, പോയിന്റ് എവിടെ വേണമെങ്കിലും ആവാം അല്ലേ, ഈ സ്ട്രേറ്റ് ലൈൻ ആയാൽ മതി. ഇപ്പൊ നോക്കിയാൽ ഇവിടെ 3 6 ആണ്, 3 6. ഓക്കെ, ആ നെക്സ്റ്റ് കോർഡിനേറ്റ് കൂടെ ഞാൻ 2 കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് കൊണ്ട് എത്ര കൂട്ടേണ്ടി വരും? അതിന്റെ ഇരട്ടി കൂട്ടണം അല്ലേ. അപ്പൊ 2 കൂട്ടാണെങ്കിൽ 4 കൂട്ടണം, 4. അപ്പൊ ഏത് കിട്ടും? 3ഉം 2ഉം 5 5 6 4 10. അപ്പൊ 5 10 എന്ന് പറയുന്നത് ഈ വരയിലെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. y1 y2 y3 എക്സെട്ര ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെ. പ്രൂവ് ദാറ്റ് ദി പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് 1 y1 2 y2 ആൻഡ് 3 y3 അങ്ങനെ പോകുന്നു അല്ലെ. അത് ഓൾ ലൈ ഓൺ ദി സെയിം ലൈൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റുകൾ ഇതൊക്കെ ഒരു ലൈനിൽ ഒരു വരയിൽ തന്നെയായിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെ, സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? നമുക്കൊക്കെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അതായത് ഇതിൽ നിന്ന് ഇത് കുറച്ചാലും ഇതിൽ നിന്ന് ഇത് കുറച്ചാലും ഞാൻ y4 നിന്ന് y3 കുറച്ചാലൊക്കെ എന്തായിരിക്കും? ഒരേ സംഖ്യ തന്നെ ആയിരിക്കും കിട്ടുക അല്ലേ. അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അപ്പം ഇവിടെ നോക്കിയാൽ y2ൽ നിന്ന് y1 കുറക്കുന്നതും അല്ലേ, y3യിൽ നിന്ന് y2 കുറച്ചാലും എന്ത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക? കോമൺ ഡിഫറൻസ് ആയിരിക്കും കിട്ടുക അല്ലേ. അതായത് ഇതും ഇതൊക്കെ സെയിം തന്നെ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ആദ്യം ഈ 2 പോയിന്റുകളിലെ എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ചും വൈ കോർഡിനേറ്റിന്റെ ചേഞ്ചും നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കിയപ്പോൾ ഉദാഹരണം നോക്കിയാൽ ഇതൊരു ലൈനാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് 1 y1 ഈ പോയിന്റ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 y2 ഒരു പോയിന്റ്, ഇവിടെ നമുക്ക് 3 y3 അടുത്ത പോയിന്റ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ചും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റിന്റെ ചേഞ്ചും നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ ഇവിടെ എ ബി എന്ന് കൊടുക്കാം. ഇപ്പം നമുക്ക് എ എന്ന് കൊടുത്തു, ഇത് ബി എന്ന് കൊടുത്തു, ഇത് സി എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഇതിന്റെ ചേഞ്ച് നോക്കാൻ പോകണം. ഇവിടെ എന്താണ് ചേഞ്ചിങ്? നോക്കിയാൽ ഇവിടെ 1 എന്നുള്ളത് 2 ആയി അല്ലേ. അപ്പോൾ ചേഞ്ച് എത്ര വന്നു? 2 - 1 അല്ലെ. 2 - 1 = 1. ഇതാണ് എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച്. ഇനി നമുക്ക് നോക്കിയാൽ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് ചേഞ്ച് നമ്മൾ നോക്കാൻ പോകണം. എന്താ വൈ കോർഡിനേറ്റ്? ഇവിടെ y2 ആണ്, ഇവിടെ y1 ആയിരുന്നു, y2 ആയി അല്ലേ. അപ്പോൾ ചേഞ്ച് എന്ത് വരും? y2 - y1 അല്ലേ. ഇതാണ് വൈ കോർഡിനേറ്റിന്റെ ചേഞ്ച്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവ തമ്മിലൊന്ന് നോക്കാം. ഏത്? ബിയും സിയും തമ്മിലൊന്ന് നോക്കാം. ബിയും സിയും, ബി സി. അവിടെ ഇതേപോലെ നോക്കിയാൽ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് എന്താണ്? 3 - 2 അല്ലേ, = 3 - 2. എത്ര കിട്ടി നമുക്ക്? 1 കിട്ടി. ഇനി ഇവിടുത്തെ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ചേഞ്ച് എന്താണ്? y3 - y2 അല്ലേ, y3 - y2. ഇനി ഇത് മൂന്നും ഒരേ ലൈനിലാണെങ്കിൽ പറയുന്നത് നമുക്കറിയാം ഇതിന്റെ എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ചും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ചേഞ്ചും അല്ലേ ഒക്കെ സെയിം ആയിരിക്കണം അല്ലേ. അതായത് ഒരേ തോതിലായിരിക്കണം. ഇവിടെ നോക്കിയാൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 അല്ലേ, ഇവിടെ എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച് എത്രയാണ്? 1 തന്നെ. ഇനി വൈ കോർഡിനേറ്റ് ചേഞ്ച് നോക്കിയാൽ y2 - y1 ആണ്, ഇവിടെയാണെങ്കിലോ y3 - y2 ആണ്. പെട്ടെന്ന് കാണുമ്പോൾ വ്യത്യാസം തോന്നും അല്ലേ. പക്ഷേ നോക്കിയാൽ ഈ y2 - y1 ഉം y3 - y2 അല്ലേ, y3 - y2 എന്താണ്? ഈക്വൽ ആണ് അല്ലേ, സെയിം അല്ലേ. അപ്പോൾ y2 - y1 എന്ന് പറഞ്ഞാലും y3 - y2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം തന്നെയാണ് അല്ലേ. അതായത് y3 - y2 എന്ന് പറഞ്ഞത് തന്നെയാണ് y2 - y1 തന്നെയാണ്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ, കോമൺ ഡിഫറൻസ്. അപ്പൊ ഇതേ മാറ്റം തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുന്നത്, സെയിം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൾ ദീസ് പോയിന്റ്സ് ആർ ലൈ ഓൺ ദി സെയിം ലൈൻ. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ചോദ്യം അല്ലേ. x1 x2 x3 അതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് വേണ്ടിയിട്ട്. y1 y2 y3 അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ജോഡികൾ പോയിന്റുകൾ എന്തായിരിക്കും? ഒരു ലൈനിൽ തന്നെയാണ് വരുന്നത് എന്നാണ് ചോദ്യം
അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നോക്കിയാൽ x1 മൈനസ് x2 അല്ലേ, x2 മൈനസ് x1 എന്ന് പറഞ്ഞാലും x3 മൈനസ് x2 എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം അരിതമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് പൊതുവ്യത്യാസം അല്ലേ, x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, അത് തന്നെയാണ് x3 മൈനസ് x2 എന്ന് പറഞ്ഞാലും. ഇനി ഇവിടെയാണെങ്കിൽ നോക്കിയേ y2 അല്ലെ, y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുവ്യത്യാസം അത് തന്നെയായിരിക്കും നമുക്ക് y3 മൈനസ് y2 അല്ലെ, അത് ചെയ്താലും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇപ്പോൾ ഈ ലൈൻ നോക്കിയാൽ എങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതിനൊക്കെ x1 y1, ഇത് x2 y2, ഇത് x3 y3. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതേപോലെ തന്നെ ഇവിടത്തെ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക, അതുപോലെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ എ ബി സി എന്ന് പേര് കൊടുത്തു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എ ബിയിൽ കാണാൻ പോകുന്നു, എ ബി അതിലെ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റിലെ ചേഞ്ച് എത്ര വരുന്നുണ്ട് നോക്കിയാൽ x1 x2 അല്ലേ. അപ്പോൾ ചേഞ്ച് എന്ത് വരും, x2 മൈനസ് x1 മൈനസ് x1 ഇതാണ് ചേഞ്ച്. ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റോ എങ്ങനെ മാറി, y1 എന്നുള്ള y2 ആയി അല്ലേ. അപ്പോൾ ചേഞ്ച് y2 നിന്ന് y1 കുറയ്ക്കാം, y2 മൈനസ് y1. ഇതാണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ എക്സിൻ്റെയും വൈയുടെയും ചേഞ്ച് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബി സി നോക്കാം. ബി സി ഇവിടുത്തെ ചേഞ്ച് നോക്കാം നമുക്ക് അല്ലേ, സെയിം ആണോ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കി ഇതേപോലെ എഴുതാം ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് ചേഞ്ച് എന്ത് വരും, ഇവിടെ x3 ആണ്, ഇവിടെ x2 ആണ് അല്ലേ. അപ്പോൾ x3 മൈനസ് x2. ഇനി ഇവിടുത്തെ ചേഞ്ചിങ് വൈ കോർഡിനേറ്റോ y2 എന്നുള്ള y3 അല്ലേ. അപ്പോൾ ചേഞ്ച് y3 നിന്ന് y2 കുറയ്ക്കാം, സീക്വൽ ടു y3 മൈനസ് y2. ഇനി ഇവിടെ നമുക്ക് x2 മൈനസ് x1 y2 മൈനസ് y1 അല്ലേ. ഇതാണ് എക്സ് കോർഡിനേറ്റിന് ചേഞ്ച്, ഇതാണ് വൈ കോർഡിനേറ്റിന് ചേഞ്ച്. അതേസമയം ഇവിടെ നോക്കിയാൽ x3 മൈനസ് x2 ആണ് അല്ലേ. പക്ഷേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് x3 മൈനസ് x2 എന്ന് പറഞ്ഞാൽ ഏതിന് തുല്യമാണ്, x2 മൈനസ് x1 തുല്യമാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, സീക്വൽ ടു x2 മൈനസ് x1. അത് തുല്യാണ് അല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് x2 മൈനസ് x1 എഴുതാം അല്ലേ. ഇനി ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, y3 മൈനസ് y2 എന്ന് പറഞ്ഞാൽ എന്താണ്, y3 മൈനസ് y2 എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ആണ് അല്ലേ, സീക്വൽ ടു y2 മൈനസ് y1 അല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഇത് എഴുതാം. ഇനി നോക്കിയേ, ഇത് x2 മൈനസ് x1 ആണ് എക്സിൻ്റെ ചേഞ്ച് അല്ലേ. ഇവിടെയും x2 മൈനസ് x1, ഇവിടെയാണ് y എഴുതാം y2 മൈനസ് y1, ഇവിടെയും y2 മൈനസ് y1. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദീസ് പോയിന്റ്സ് ലൈൻ ഓൺ ദി സെയിം ലൈൻ അല്ലേ. അതായത് ഈ ബിന്ദുക്കളെല്ലാം ഒരു വരയിൽ തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.